എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു മീൻ കറിയില്ലേ, അത് കാണിച്ചു കൊടുക്കാൻ. ഇതാ ഞാൻ ഇത് ഇത് അച്ചാറേ, ഇത് തൈര് ഉണ്ട് അതിൽ ഇതായിപ്പോട്ട. പിന്നെ ഇത് മീൻ കറി. ചിലർ എനിക്ക് അങ്ങനെയൊന്നും ചോദിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. ചിലർ എനിക്കൊന്ന് വിൽക്കാനെന്ന് പറഞ്ഞു തന്നു. ഇത് സത്യം പറഞ്ഞാൽ കഴിക്കണമെങ്കിലും എനിക്ക് എന്താ പറയുക, ഒരു സന്തോഷമില്ല, മനസ്സിലായോ? എനിക്കിഷ്ടപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും വന്നോ, എനിക്ക് സ്നേഹമുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്നേഹമുള്ള ഒരാൾക്ക് അത് പണ്ടേ അങ്ങനെയല്ല, എന്തെങ്കിലും വന്നാൽ എനിക്ക് ഭയങ്കര വിഷമം. പക്ഷെ വിശപ്പുണ്ട്, കഴിക്കാതിരിക്കാനും പറ്റില്ല. അതാണ് ഞാൻ ഹാപ്പി അല്ലാത്ത. പിന്നെ എൻ്റെ അടുത്ത് സ്നേഹമുള്ള വ്യക്തിക്ക് എന്ത് വന്നാലും എനിക്ക് അറിയാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞില്ല. പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ല. പിന്നെ ഞാൻ ഇട്ടിങ്ങനെ ഡ്രസ്സില്ലേ, വീട്ടിൽ ഞാൻ ഇങ്ങനെയൊക്കെ തിന്ന് നിൽക്കുള്ളൂ. ഇത് കരപ്പനടിച്ചതാണ്. നല്ല ജോലിയുണ്ടെന്ന്. ഇത് പുറത്ത് ഒരു വീട്ടിൽ പോയി ചെയ്താൽ അതിന് നല്ല ശമ്പളം കിട്ടും. വന്ന് തന്നെ അറിയാം. ഇത് മുളക്, വറുത്ത മുളക്. ഞാൻ കൊതി അങ്ങനത്തെ ഒന്നുമല്ല. പിന്നെ മീനൊക്കെ വല്ലപ്പോഴേക്കും വാങ്ങിക്കുള്ളൂ കേട്ടോ. ഇപ്പം പറഞ്ഞു ഞാൻ മീൻ കറി വയ്ക്കണമെന്ന് കാണിച്ചു കൊടുക്കാം. വയ്ക്കണമല്ല, വെച്ചത്. എനിക്ക് ആ കൊറോണ വന്നതിന് ശേഷം അയ്യോ എനിക്ക് വന്നില്ല, അതേപോലെ ഇനി എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇത് എപ്പോഴും ഉള്ളത് തന്നെ. എൻ്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ ചോദിക്കും, എപ്പോഴൊന്നും ശരിയായില്ലേ? അത് ഞാൻ ജനിച്ചപ്പോഴേ ഉള്ളതല്ല. എന്താണ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഇന്നിപ്പം മഞ്ഞും കൂടെ അല്ലേ. അയ്യോ. പിന്നെ ഞാൻ മാസ്ക് വയ്ക്കേ, അത് ഞാൻ പറയാൻ മറന്നു. ഞാൻ മാസ്ക് വയ്ക്കും. പറയാൻ കാരണം ഇപ്പം ഞാനിങ്ങനെയൊക്കെ പറയുമല്ല, പറയുമ്പോൾ ചിലർ ഞാൻ പേടിച്ചിട്ടാണ് ഞാൻ മാസ്ക് വയ്ക്കും കേട്ടോ. എനിക്ക് പുറത്തോട്ട് നമ്മൾ സിറ്റി പോകുമ്പോൾ ഒരു എന്തോ പിന്നെ ഇടയ്ക്ക് ചുമ വരും, പിന്നീട് ഒരു ശ്വാസതടസ്സം. സത്യം ദൈവത്തിനല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാസ്ക് വയ്ക്കുവേ. പക്ഷെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നത് കേട്ടാ. അയ്യോ ഞാൻ ഓർമ്മിച്ചില്ല കേട്ടാ, ഒന്നും തോന്നല്ലേ. അയ്യോ ഞാൻ ഓർമ്മിച്ചില്ല കേട്ടാ, സംസാരത്തിലോട്ടായിപ്പോൾ. ഏതൊന്നുമല്ല, എൻ്റെ സഹോദരൻ ഇന്ന് അവിടെ ഉണ്ട്. കഴിച്ചിട്ട് വെള്ളം കൊടുത്ത് തന്നെ ഇക്കിളിട്ടുണ്ട്, അതുകൊണ്ടാണ്. ശരി, ബൈ.